മറ്റൊരു ടേബിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. Given below is a graphical representation of food grain production in India during different periods. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തല്ലേ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തത് പല വർഷങ്ങളിലായിട്ട് ഇന്ത്യയിൽ എന്തോരം ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കായേ. വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ജസ്റ്റ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ്. ഈ ഡയഗ്രാം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ടേബിൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ടേബിൾ നോക്കി, ഈ എക്സ് ആക്സിസിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഇയർ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. 1970-71 എന്നുള്ളൊരു നോട്ട് ചെയ്തിട്ടുണ്ട്. 1990-91 എന്തോ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. 2001 എന്തോ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. 2011-12 അപ്പോൾ ഈ എക്സ് ആക്സിസിൽ ഇയർ ആണ് കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിസിൽ എന്താണെന്ന് നോക്കി, ഇവിടെ കണ്ട് ഇയറിന് എഴുതിയിരിക്കുന്നുണ്ടോ? വൈയിൽ എന്താ വന്നിരിക്കുന്നത് നോക്കി, ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൺസ്. ഫുഡ് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്ത് എന്തോരം ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇവിടെ. കണ്ടോ, ഇവിടെ 0, 50, 100, 150, 200, 250, 300 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ മില്യൺ ടൺസ്, എത്ര മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ആണ് ഈ സൈഡ് വൈ ആക്സിസിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിലോ ഏതൊക്കെ വർഷങ്ങളിൽ എത്ര ടൺ ഫുഡ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി നോക്കാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. 1970-71 ആ വർഷം എടുക്കുകയാണെങ്കിൽ എത്ര ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നോക്കി, ഈ ബാർ ഡയഗ്രാം നോക്കി നമുക്ക് മനസ്സിലാവും. 108.4 മില്യൺ ടൺസ് ഫുഡ് 1970-71 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി 1990-91 ആയപ്പോഴോ ആ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തത് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. എന്തോ കണ്ടു നോക്കി, നേരത്തെ 108 ആണെങ്കിൽ ഇപ്പോൾ 176.4 ആയല്ലേ. മില്യൺ ടണ്ണോളം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കണ്ട് എത്രയോ ഡിഫറൻസ് ഉണ്ട്. അത് 2000-2001 ആയപ്പോൾ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ വീണ്ടും കൂടിയല്ലോ. 196.8 മില്യൺ ടൺസോളം ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. 2011-12 ആയപ്പോഴോ വീണ്ടും ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കൂടി. നോക്കി ഇവിടെ എത്രയാണ് നോട്ട് ചെയ്തിരിക്കുന്ന 257.4 മില്യൺ ടൺസ് അത്രയും പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് നോക്കി എന്ത് മനസ്സിലാവും? ഇത് ഓരോ ഇയർ ആണെന്നും പറഞ്ഞു. ഇത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൺസ്, ആ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഫുഡ് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഇയർ, ഓരോ വർഷം എത്ര ക്വാണ്ടിറ്റി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് കാണിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ വർഷം കഴിയുന്തോറും നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കൂടി ആയിരിക്കുന്നു. അത് നമുക്കിതിന് മനസ്സിലായി. അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഈ ഡയഗ്രാം ഇൻഡിക്കേറ്റർ? ഈ ഡയഗ്രാം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു സ്റ്റഡി പ്രോഗ്രസ്, ശരിക്കും ഒരു പ്രൊഡക്ഷൻ കൂടി വരുന്നു എന്നുള്ള ഒരു ചേഞ്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡയഗ്രാം സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ്, ഒരു നല്ല രീതിയിലുള്ളൊരു പുരോഗമനം കാണിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ കൂടി ആയിരിക്കുന്നത് അല്ലേ ഓരോ വർഷം കഴിയുന്തോറും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉറപ്പാണ് ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കൂടിയാണ് വരുന്നതെന്ന്. എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈവൻ ദോ ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ, still there exists poverty in different parts of our country. ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ആൻസർ പറയുന്നതിന് മുമ്പ് എന്താണ് പോവർട്ടി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈവൻ ദോ ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഫുഡ് പ്രൊഡക്ഷന് ഒരു സ്റ്റഡി പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത്. ഒരിക്കലും ഫുഡ് പ്രൊഡക്ഷൻ കുറയുന്നില്ല. കഴിഞ്ഞ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ, ഫുഡ് പ്രൊഡക്ഷൻ കൂടി ആണ് വരുന്നത് അല്ലേ. പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിൽ പല ഭാഗത്തും പോവർട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിലുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ആൻസർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പോവർട്ടിയുടെ ഡെഫിനിഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. എന്താണ് പോവർട്ടി? പോവർട്ടി ഈസ് എ കണ്ടീഷൻ വെർ പീപ്പിൾസ് ബേസിക് നീഡ്സ് ഫോർ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ആർ നോട്ട് ബീങ് മെറ്റ്. എന്ന് വെച്ചാൽ മനുഷ്യർക്കുള്ള ബേസിക് നീഡ്സായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഷെൽട്ടർ, ഇതൊന്നും അവർക്ക് അവൈലബിൾ ആകാത്ത ആ ഒരു കണ്ടീഷനാണ് പോവർട്ടി എന്ന് പറയുന്നത്. വേണ്ടത്ര ഭക്ഷണം കിട്ടാത്ത അവസ്ഥ,
നല്ല രീതിയിലുള്ള വസ്ത്രം നല്ല രീതിയിൽ വസ്ത്രം അവൈലബിൾ ആവാത്ത ഒരു അവസ്ഥ, വേണ്ട രീതിയിൽ നല്ല സൗകര്യങ്ങളുള്ളൊരു പാർപ്പിടമില്ലാത്ത, ഷെൽട്ടർ ഇല്ലാത്ത ഒരു അവസ്ഥയെ നമുക്ക് പോവർട്ടി എന്ന് പറയാം. ഇതിന് പ്ലാനിംഗ് കമ്മീഷൻ മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കായേ. As per the recommendation of the Planning Commission, the people in urban area whose intake of nutritious food is less than 2100 calories. എന്ന് വെച്ചാൽ എന്താണ്, ഒരു അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആൾ, അർബൻ ഏരിയ എന്ന് വെച്ചാൽ പട്ടണത്തിൽ, ടൗണിലൊക്കെ താമസിക്കുന്ന ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ആ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ 2100 കലോറീസിൽ നിന്നും 2100 കലോറീസിനെക്കാട്ടും കുറവാണെങ്കിൽ അയാൾ പോവർട്ടിയിലാണ് കഴിയുന്നത്. ഒന്നുകൂടി നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ന്യൂട്രിയൻറ്റ്, പോഷകം 2100 കലോറീസിൽ നിന്നും ലെസ് ആണെങ്കിൽ, അതിലും താഴ്ന്ന പോഷക ഗുണമില്ലാത്ത ഭക്ഷണമാണ് അയാൾക്ക് കിട്ടുന്നതെങ്കിൽ, അയാൾക്ക് പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കഴിക്കാനുള്ള കഴിവില്ല എങ്കിൽ അയാൾ പോവർട്ടിയിൽ കഴിയുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു റൂറൽ ഏരിയ എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശത്തിൽ താമസിക്കുന്ന ഒരാൾ, അയാൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന കലോറീസ് 2400-നേക്കാളും കുറവാണെങ്കിൽ അയാൾ പോവർട്ടിയിലാണ് കഴിയുന്നത് നമ്മൾ പറയുന്നു അല്ലേ. ഇത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ഡെഫിനേഷനാണ്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ, ദ പീപ്പിൾ ഇൻ അർബൻ ഏരിയ ഹൂസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് ലെസ് ദാൻ 2100 calories and those in rural area whose intake of nutritious food is less than 2400 calories എക്സ്പീരിയൻസ് പോവർട്ടി. ഇവർ പോവർട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് തന്നെ പോവർട്ടി എന്താണെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. പോവർട്ടി എന്താണ്, ഒരു ആൾക്ക് വേണ്ട ബേസിക് നീഡ്സ് ഒന്നും അവൈലബിൾ ആകാത്ത ആ സിറ്റുവേഷനാണ് പോവർട്ടി എന്ന് വെച്ചാൽ. ആവശ്യത്തിന് ഫുഡ് ഇല്ലാത്ത അവസ്ഥ, ഭക്ഷണം വിശപ്പിന് കിട്ടാത്ത അവസ്ഥ അല്ലേ. കിട്ടുന്ന ഭക്ഷണം തന്നെ പോഷക ഗുണമുള്ള ഭക്ഷണമല്ല കിട്ടുന്നതെങ്കിൽ അയാൾ പോവർട്ടിയിൽ കഴിയുന്ന ഒരാളാണ്. കാരണം പോഷക ഗുണമുള്ള ഭക്ഷണം വാങ്ങിക്കാനുള്ള കഴിവ് അയാൾക്കില്ല, ജോലി ഉണ്ടാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം അയാൾക്ക് ലഭ്യമല്ലാത്ത അവസ്ഥ, അതൊക്കെ ഈ പോവർട്ടിയെ സൂചിപ്പിക്കുന്നു അല്ലേ. ഇനി ചോദ്യം ഒന്ന് നോക്കാം. Even though there is a steady progress in food production in India, still there exists poverty in different parts of our country. നമ്മുടെ ഇന്ത്യയിൽ ഫുഡ് പ്രൊഡക്ഷൻ കൂടി വരികയാണ്, നമ്മൾ തൊട്ട് മുമ്പത്തെ ടേബിളിൽ നിന്ന് മനസ്സിലാക്കി. എന്നാൽ പോലും ഇന്ത്യയിൽ പല സ്ഥലത്തും പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? ഡിഫെക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഇന്ത്യയിൽ പല ഭാഗത്തും പ്രൊഡക്ഷൻ ഉണ്ട് എങ്കിലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗത്തും ആ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, നമുക്ക് കേരളത്തിൽ വേണ്ട പച്ചക്കറി കേരളത്തിൽ തന്നെയാണോ കൃഷി ചെയ്തിരുന്നത്? അല്ല, നമ്മൾ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് അത് കൊണ്ടുവന്നിരുന്നു അല്ലേ. അപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും കൊണ്ടുവന്ന് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ കേരളത്തിന് വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ കേരളത്തിന് വേണ്ട റൈസ് എല്ലാം ഇവിടെ തന്നെയാണോ കൃഷി ചെയ്യുന്നത്? അല്ല, നമ്മൾ മറ്റ് പല സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഡിഫെക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം പ്രോപ്പറായിട്ട് നടക്കാത്ത സ്ഥലങ്ങളിൽ പോവർട്ടി ഉണ്ടാകുന്നു. കൂടാതെ ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ടു പർച്ചേസ് ഫുഡ്. ചില ആൾക്കാർക്ക് ഭക്ഷണം പർച്ചേസ് ചെയ്യാൻ, പോഷക ഗുണമുള്ള പ്രൊഡക്ട്സിൽ ഫുഡ് ഗ്രെയിൻസ് വാങ്ങിക്കാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല, ലോ പൊട്ടൻഷ്യൽ, കഴിവില്ല, അവർക്ക് അതിനുള്ള കാശില്ലാതെ വരുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പോവർട്ടി ഉണ്ടാകുന്നത്. അതിനുമുമ്പ് നമുക്ക് ഈ ഒരു ടേബിളും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. The Economic Survey 2011-2012 states that the percentage of poverty in India is 29.8%. 2011-2012 എക്കണോമിക് സർവേയിൽ നിന്ന് മനസ്സിലായത് ഇന്ത്യയിൽ 29.8% ആൾക്കാർ, 100%-ൽ 29.8% ആൾക്കാർ പോവർട്ടിയിലാണ് കഴിയുന്നതെന്ന്. ഇത് ഏത് വർഷത്തെ സർവേ ആണ്? 2011-2012 നടത്തിയ സർവേയിൽ നിന്നും മനസ്സിലായത് ഇന്ത്യയിൽ 100 ആകെയുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ 29.8% ആൾക്കാരും പോവർട്ടി ലൈനിൽ താഴെയാണ്
ജീവിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് ഒന്നും ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അവർ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി റേറ്റ് ഉള്ള സ്ഥലം ഏതാണ്? ബീഹാർ എന്നാണ് അന്നത്തെ സർവേയിൽ നിന്ന് മനസ്സിലായത്. അവിടെ 53.5% ആൾക്കാരും പോവർട്ടിയിലാണ് കഴിയുന്നത് എന്നാണ്. ആ ബീഹാറിലെ ആകെ കൂടിയുള്ള ആൾക്കാരെ എടുത്താൽ അതിൽ 53.5% ആൾക്കാരും പോവർട്ടി റേറ്റിൽ അല്ലെങ്കിൽ പോവർട്ടി ലൈനിൽ താഴെ കഴിയുന്ന ആൾക്കാരെന്നാണ് 2011 സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ പോവർട്ടി റേറ്റ് കുറഞ്ഞ സ്റ്റേറ്റ് ഏതായിരുന്നു? ഹിമാചൽ പ്രദേശായിരുന്നു. അവിടെ 9.5% ആൾക്കാരെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ പോവർട്ടി റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 12% ആൾക്കാർക്ക് മാത്രമേ പോവർട്ടി എന്ന് വെച്ചാൽ ആ ഒരു ദാരിദ്ര്യം അനുഭവിച്ചിരുന്നുള്ളൂ എന്നാണ് ഈ ഒരു നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു നോട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോവർട്ടി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് പോലും പോവർട്ടി ഇന്ത്യയിൽ പല ഭാഗത്തും അനുഭവപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കില്ല. എന്താ റീസൺ? ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ടേം നമുക്ക് പരിചയപ്പെടാതെ. എന്താണ് ഫുഡ് സെക്യൂരിറ്റി? സെക്യൂരിറ്റി എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്താണ് ഫുഡ് സെക്യൂരിറ്റി. സുരക്ഷ അല്ലേ? സെക്യൂരിറ്റി സുരക്ഷ. ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷ എന്നാണ് മലയാളത്തിൽ. എന്താണെന്ന് നോക്കാം. ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് അഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി ആയിട്ടുള്ള ഒരാൾക്ക്, ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടത്ര ഫുഡ് അവൈലബിൾ ആകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭക്ഷണം വേണ്ട ഒരാൾക്ക് ഭക്ഷണം ലഭ്യമാകുന്ന അവസ്ഥ, ഒരാൾക്ക് പോലും ദാരിദ്ര്യമില്ലാതെ ആകുന്ന ആ ഒരു സിറ്റുവേഷൻ, അപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് അഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡിയായ ഒരാൾക്ക്, ആവശ്യമുള്ള ഒരാൾക്ക് ഫുഡ് ആവശ്യത്തിന് ഫുഡ് അവൈലബിൾ ആകുന്ന ആ ഒരു സിറ്റുവേഷൻ. നമുക്കതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, ഒന്നും കൂടി ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ നോക്കാം. ഓൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഫുഡ്. ഫുഡ് സെക്യൂരിറ്റി എപ്പോഴാണ് വരുന്നത്? എല്ലാ ആൾക്കാർക്കും ഭക്ഷണം ലഭിച്ചിരിക്കണം. ഫുഡ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് ഓൾ ടൈം. ഒരു ദിവസം മാത്രമല്ല, രണ്ടാമത്തെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഫുഡ് അവൈലബിൾ ആയിരിക്കണം അല്ലേ? കൂടാതെ എങ്ങനെയാണ്? ന്യൂട്രീഷ്യസ് ഫുഡ് ടു മീറ്റ് ദ ഡയറ്ററി നീഡ്സ്. അവർ കഴിക്കുന്ന ഡയറ്റിൽ അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ഉൾപ്പെടുത്താൻ പറ്റണം, പോഷക ഗുണമുള്ള ഭക്ഷണം ഉൾപ്പെടുത്താൻ പറ്റണം, അവർക്ക് ആരോഗ്യം കിട്ടുന്ന. എന്താണ് ഈ ന്യൂട്രീഷ്യസ് ഫുഡ്? കാലറീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കാലറി നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കാലറി ഒരു എനർജി അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലേ? ഇത് നമ്മൾ തൊട്ട് മുമ്പ് കാലറീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താണ് കാലറി? ഇപ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി, ആ എനർജീനെയാണ് കാലറി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്തോരം എനർജി കിട്ടും. ആ എനർജി കിട്ടിയാലേ നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നല്ല കാലറീസ് അവർക്ക് കിട്ടുകയുള്ളൂ, അവർക്ക് ഉന്മേഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടിയിരിക്കണം. ആ ഒരു കാര്യമാണ് ഈ ഫുഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഫുഡ് പ്രിഫറൻസ് ഫോർ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്. അതേപോലെ ഫുഡ് പ്രിഫറൻസ്, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണം. ഇപ്പോൾ ഒരാൾക്ക് റൈസ് കൊണ്ടുള്ള ഫുഡാണ് വേണമെങ്കിൽ ആ റൈസ് കൊണ്ടുള്ള ഫുഡ് അയാൾക്ക് കിട്ടണം. ഒരാൾക്കല്ല വീറ്റ് കൊണ്ടുള്ള ഫുഡാണ് വേണമെങ്കിൽ വീറ്റ് കൊണ്ടുള്ള ഫുഡ് അയാൾക്ക് ലഭ്യമായിരിക്കണം. അല്ല ഇത് രണ്ടും അല്ല മറ്റേതെങ്കിലും ഫുഡ് ഗ്രെയിൻസ് കൊണ്ടുള്ള ഒരു ഫുഡാണ് അയാൾക്ക് വേണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്താണോ പ്രിഫർ ചെയ്യുന്നത് ആ രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ ആകുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതേപോലെ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്നുള്ള ടേം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴാണ് ഒരു കൺട്രി സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്? ഫുഡിൻ്റെ പ്രൊഡക്ഷനിൽ. വെൻ എ കൺട്രി ക്യാൻ ബി കൺസിഡേർഡ് ആസ് സെൽഫ് സഫിഷ്യൻ്റ് ഇൻ ഫുഡ്. ഒരു രാജ്യം അതിൻ്റെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയാൻ സാധിക്കുന്നത്? സെൽഫ് സഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തത നേടിയതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടത്ര ഭക്ഷണം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം ഇന്ത്യ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന്. ക്ലിയർ ആണല്ലോ? ഇഫ് എ കൺട്രി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് സഫിഷ്യൻറ്റ് ഫുഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് സെൽഫ് സഫിഷ്യൻ്റ് ഇൻ ഫുഡ്.
ടീച്ചർ തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, കേരളത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം കേരളത്തിൽ തന്നെയല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അത് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ കൊണ്ടുവരികയാണെന്ന്. അതേപോലെ കേരളത്തിന് വേണ്ട റൈസ് എല്ലാം, വീറ്റ് അങ്ങനെയുള്ള ഗ്രെയിൻസ് എല്ലാം നമ്മൾ കേരളത്തിൽ തന്നെയല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മൾ മറ്റ് പല സ്റ്റേറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സാരമില്ല എന്ന് വിചാരിക്കും, കാരണം ഈ നമ്മളുടെ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റ്സിൽ നിന്നാണ് നമ്മളിതൊക്കെ കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഗ്രെയിൻസ് നമുക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് മറ്റ് രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾക്ക് സെൽഫ് സഫിഷ്യൻസി നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയൂ അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് വേണ്ട ഭക്ഷണം നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ രാജ്യം ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇഫ് എ കൺട്രി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് സഫിഷ്യൻറ്റ് ഫുഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഹിസ് പീപ്പിൾ, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എല്ലാ വർഷവും ആവശ്യത്തിന് ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിൽ പല ഭാഗത്തും പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതിൻ്റെ റീസൺ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു റീസൺ നമ്മൾ പറഞ്ഞത്? ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പോരായ്മ, പിന്നെ ആൾക്കാർക്ക് അത് വാങ്ങിക്കാനുള്ള സാധ്യതയില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ കാശില്ലാഞ്ഞിട്ടായിരിക്കാം, അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു പോവർട്ടി ഉള്ള ഒരു രാജ്യത്തിൻ്റെ കുറച്ച് ആൾക്കാർ പോവർട്ടിയിലാണ് കഴിയുന്നതെങ്കിൽ ആ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? ഡെവലപ്ഡ് ആണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ആ രാജ്യത്ത് ഒരിക്കലും പുരോഗതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എല്ലാ രാജ്യവും വിചാരിക്കുന്നത് എന്താണ്, അവരുടെ രാജ്യത്തെ ആൾക്കാർക്ക് പോവർട്ടി ഇല്ലാതെ ജീവിക്കണം, ദാരിദ്ര്യമില്ലാതെ ആ രാജ്യത്തെ ആൾക്കാർ ജീവിക്കണമെന്നാണ് എല്ലാ രാജ്യത്തിലെ ആൾക്കാരും ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കുറേ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അലിവേഷൻ പ്രോഗ്രാംസ് നിർമ്മാർജ്ജനം ചെയ്യാൻ, പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെൻറ് കുറേ പ്രോഗ്രാംസും പ്രൊജക്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിവിടെ ഞാനൊരു ചെറിയ സമ്മറി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.